നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ടാഗീസ് എഡ്യൂക്കേഷൻ സൊല്യൂഷനിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പഴയതുപോലെ തന്നെ വാർത്തയിലൂടെ പഠനമെന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ എന്നും സൂചിപ്പിക്കുന്ന പോലെ എന്തുകൊണ്ടാണ് പത്രം വായന അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണം, നമുക്ക് പത്രങ്ങളിലൂടെ അറിവ് ഒരുപാട് നേടാൻ കഴിയും. എല്ലാ സിലബസിലുള്ള നമുക്ക് PSC അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേഷൻ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയുള്ള സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ പത്രങ്ങളിൽ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. അതുപോലെ തന്നെ പത്രങ്ങളിൽ വരുന്ന ഇതുപോലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളുടെ മനസ്സിൽ ഒരുപാട് നാളുകൾ തങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഓർമ്മക്കുറവുള്ളവർക്ക് വളരെ പ്രയോജനകരമായ കാര്യമാണ് പത്രവായന എന്നുള്ളത്. കാരണം നമ്മൾ ഒരു കാര്യം തന്നെ പലപ്പോഴും അടുത്ത ദിവസവും ആ വാർത്തകൾ റിപ്പീറ്റേഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ അങ്ങനെ നമുക്ക് കുറച്ചുകൂടി അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു വായനയിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയുള്ള ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധമായ ഒരുപാട് അറിവുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. സോ പത്രവായന അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആകുന്നത്. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിന് വേണ്ടിയുള്ള PSC ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും പ്രയോജനകരമാണ്. അതുപോലെ തന്നെ സിവിൽ സർവീസ്, കേരള അഡ്മിനിസ്ട്രേഷൻ പരീക്ഷയൊക്കെ അത്തരം പരീക്ഷകൾ എഴുതാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇത് പ്രയോജനകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം. സോ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് വിസ ഗ്യാസ് ലീക്ക് ക്ലെയിംസ് 11 ലൈവ്സ് ഓവർ 350 ഹോസ്പിറ്റലൈസ്ഡ്. നമുക്കറിയാം മെനി പീപ്പിൾ ഇൻ വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. സോ വിശാഖപട്ടണം ഈസ് ലൊക്കേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ്. സോ അവിടെ കുറേ ആൾക്കാർ മരണപ്പെട്ടു. അവിടെ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ ഗ്യാസ് ലീക്കിനെ തുടർന്നുണ്ടായ സംഭവത്തെ തുടർന്ന് ഏകദേശം 11 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ ഒരു 6 വയസ്സുള്ള പെൺകുട്ടിയുടെയും അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടിയുടെയും ജീവൻ കൂടി നഷ്ടപ്പെട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. സോ നമുക്കിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ സ്റ്റെറൈൻ എന്ന് പറയുന്ന സ്റ്റെറീൻ എന്ന് പറയുന്ന ഒരു ഗ്യാസാണ് ഇതിനകത്ത് ലീക്ക് ചെയ്യപ്പെട്ടത്. ഈ വിശാഖപട്ടണത്തുള്ള കെമിക്കൽ ഫാക്ടറിയിൽ ലീക്ക് ചെയ്യപ്പെട്ട ഗ്യാസ് എന്ന് പറയുന്നത് സ്റ്റെറൈൻ എന്ന് പറയുന്ന ഒരു ഗ്യാസാണ്. സ്റ്റെറീൻ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് എനിക്ക് അറിയുകയില്ല, നിങ്ങളത് ചെക്ക് ചെയ്യണം. സോ അത് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്റ്റെറീൻ ഗ്യാസ് ആണ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെറീൻ ഗ്യാസ്, ദ സ്റ്റെറീൻ കോൺസെൻട്രേഷൻ ദാറ്റ് കോസ് ദ എഫക്റ്റ് ഓഫ് ആർ മോർ ദാൻ 1000 times ഹയർ ദാൻ ദ ലെവൽസ് ഓഫ് നോർമലി ഫൗണ്ട് ഇൻ ദ എൻവയോൺമെൻറ്റ്. സോ ഇതെന്താണ് ഈ പറയുന്ന ഗ്യാസ് ഒരു ടോക്സിക് ഗ്യാസാണ്, വിഷവാതകമാണ്. അവിടെയുള്ള ഈ വിശാഖപട്ടണത്തുള്ള അറൗണ്ട് 3 kilometer ഡ്രിഫ്റ്റ് ഓഫ് ദിസ് ടോക്സിക് ഗ്യാസ് ഇതൊരു 3 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. സോ അവിടെ നിന്നുള്ള ജനങ്ങൾ ദേ ആർ റൺ ഫ്രം ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ. അത് ഒരു ഏകദേശം ഒരു രാവിലെ വെളുപ്പിന് ഒരു 3 മണി 2 മണിക്ക് സമയത്താണ് ഈ ഫാക്ടറി ഓപ്പൺ ചെയ്തത്. നമുക്കറിയാം ലോക്ക്ഡൗൺ ആയിട്ട് ഫാക്ടറികളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. കാരണം തൊഴിലാളികളുടെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥനയുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ചില സെൻട്രൽ ഗവൺമെൻറ്റിന് കുറച്ച് ഇതൊക്കെ അയവൊക്കെ കൊടുത്തു. കാരണം ഇൻഡസ്ട്രിയൊക്കെ റണ്ണായില്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്കണോമിക് ഇഷ്യൂസ് ഫേസ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഡിഡക്ഷനൊക്കെ നൽകിയപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഗിവ് സം ഡിഡക്ഷൻ റിലേറ്റഡ് ടു ദി ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിലൊക്കെ ഈ എക്കണോമി ഒന്ന് റൺ ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രി മേഖലകളിലൊക്കെ കുറേ റിഡക്ഷനൊക്കെ കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഒരു റിഡക്ഷനിൽ രാവിലെ 3 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് പ്രവർത്തനം ആരംഭിച്ച കമ്പനിയിൽ നിന്ന് ഈ പറയുന്ന ഗ്യാസ് ലീക്ക് ചെയ്യുകയായിരുന്നു. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഈസ് ദാറ്റ്
the company, the factory, the chemical factory is located in the ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ. എന്താണ് ഇതൊരു ഡെൻസ്ലി പോപ്പുലേറ്റഡ്, ആളുകൾ തിങ്ങി നിറഞ്ഞ് പാർക്കുന്ന ഒരു ഏരിയയിലായിരുന്നു ഈ ഫാക്ടറി നിലനിന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ രാവിലെ വെളുപ്പിന് 3 മണിക്കാണ് ഇത് ഇങ്ങനെ ഒരു ലീക്കേജ് ഉണ്ടായത് കൊണ്ടും തന്നെ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഇത് പല ആൾക്കാർക്കും ഇത് പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു. സോ എന്നിരുന്നാലും വലിയ ഒരു അപകടമാണ് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവായത് എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം സാധാരണ നമുക്കറിയാം, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കേണ്ട മറ്റൊന്നാണ് 1984 മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന ഭോപ്പാൽ ട്രാജഡി എന്ന് പറയുന്ന ട്രാജഡി. അവിടെ എന്താണ്, അവിടെയും ഇതുപോലൊരു ടോക്സിക് ഗ്യാസ് ലീക്കേജ് ഉണ്ടായിരുന്നു 1984. അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് മേ ആസ്ക്. സോ നമുക്ക് എന്താണ് ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് എക്സാം അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാം പോലുള്ള പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്തെല്ലാം മെഷേഴ്സ് ഗവൺമെൻറ് നീഡ് ടു ടേക്ക് ഫോർ ടു പ്രിവെൻറ്റ് ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. എന്താണ് ഇത് പറഞ്ഞുള്ള ഈ ടോക്സിക് ഗ്യാസ് ലീക്കേജ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഏത് തരത്തിലുള്ള ആക്ഷനുകളാണ് എടുക്കേണ്ടത്, ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മെയിൻസ് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഭോപ്പാൽ ടോക്സിക് ഗ്യാസ് ഭോപ്പാൽ ദുരന്തം ഉണ്ടായത് ഏത് വർഷം എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് 1984 ഭോപ്പാൽ ദുരന്തം ഉണ്ടായത്. സോ അതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ചിലപ്പം മേ ബി അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്ന ദുരന്തം വളരെ എന്താണ് ഒരു ഭയങ്കര ഒരു പഴകിയ ഒരു ചോദ്യമാണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ അത് റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ചിലപ്പം മേ ബി എന്താണ് ഇച്ചിരി ക്രിട്ടിക്കലാക്കാൻ വേണ്ടി ചിലപ്പം ഡേറ്റ് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത എന്നുള്ളത്. സോ നമുക്ക് സിവിൽ സർവീസ് എക്സാം അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് ഇതെങ്ങനെ നമുക്കിത് മാറ്റാൻ കഴിയും? സോ നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എന്താണ്, ഈ നമ്മൾ മിക്കവാറും ഇങ്ങനെയുള്ള ഫാക്ടറിയിൽ എന്താണ് കൺസിസ്റ്റൻറ്റ് ചെക്കിംഗ് വിൽ ബി there will be a lack of consistent checking. എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചെക്കിങ് അവിടെ കാണുകയില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ടോ അക്യുറേറ്റ് ആയിട്ടുള്ള ചെക്കിങ് അവിടെ കാണുകയില്ല. സോ എന്താണ് ഗവൺമെൻറ് നീഡ് ടു ensure the consistent checking by the related officers. എന്താണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലുള്ള ഫാക്ടറികളിൽ സേഫ്റ്റി മെഷേഴ്സ് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഉത്തരവാദിത്തം കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണം. കാരണം നിലവിൽ എന്താണ് അങ്ങനെ സാധാരണ എന്താണ് ഇപ്പോൾ ഒരു സാധാരണയായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ ചെക്ക് ചെയ്യുന്നതല്ലാതെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനൊക്കെ നോക്കുന്നതല്ലാതെ പിന്നീട് ഒരു കൺസിസ്റ്റൻറ്റ് ചെക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സ് നടത്താറില്ല. അതുകൊണ്ടാണ് എന്താണ് മിക്കപ്പോഴും ഈ ഫാക്ടറി ഓണേഴ്സ് ദേ ആർ ഡിനൈങ് ടു മെയിൻറ്റെയിൻ ദി എന്താണ് സെക്യൂരിറ്റി ഓഫ് ദി ഫാക്ടറി. സോ ഇതുപോലുള്ള സാധനങ്ങൾ സെക്യൂരിറ്റി, അതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ്, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ എന്താണ് ഡിനേ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം ഇതുപോലുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ചെക്കിങ് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇങ്ങനെ എന്താണ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായിരിക്കും ഒരു സംസ്ഥാനത്തായിരിക്കും ഒരു ഫാക്ടറി സ്ഥാപിക്കപ്പെടുന്നത്. ആ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് ഓഫീസേഴ്സിന് എന്താണ് ഡിസ്ട്രിക്ട് കളക്ടർ മേ ബി ചാർജ് എന്താണ് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം എന്താണ് ഇതിന് ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്. കാരണം അത് ഡിസ്ട്രിക്ട് കളക്ടർ എല്ലാം ഒരു എന്താണ് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും പോയി ചെക്ക് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇറ്റ് ഷുഡ് ബി ഹാപ്പൻഡ് കൺസിസ്റ്റൻ്റലി ഇൻ എ ബ്രേക്ക്. എന്താണ് ഒരു പ്രത്യേക ഒരു ബ്രേക്ക് എന്ന് വെച്ചാൽ ഒരു മാസം ഇടവിട്ട്, അല്ലെങ്കിൽ ഒരു മാസം ഇടവിട്ടോ അല്ലെങ്കിൽ 2 മാസം ഇടവിട്ടോ എന്താണ് ഇങ്ങനൊരു ചെക്കിങ് ഉറപ്പായിട്ടും എന്താണ് നടത്തിയിരിക്കണം. അതിന് മേൽനോട്ടം ആര് വഹിക്കണം? ഡിസ്ട്രിക്ട് കളക്ടർ വഹിക്കണം. സോ ഇത് ഇങ്ങനൊരു ചെക്കിങ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. സോ അങ്ങനെ നമുക്ക് എന്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും.
പിന്നെ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ വിശാഖപട്ടണത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ എന്താണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്താണ് അവിടെ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് എന്താണ് 1 കോടി രൂപ വീതം നൽകുന്നുണ്ടായിരുന്നു. 1 കോടി രൂപ വീതം നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഈ പണം എന്താണ് ഒരു മനുഷ്യന് പകരമാവുകയില്ലല്ലോ. അപ്പോഴെന്താണ് അപ്പോൾ ഈ അടുത്തുള്ള കുടുംബങ്ങളെ ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്രയും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഒരു ഏരിയയിലാണ് ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെയുള്ള വാതകങ്ങൾ ലീക്കായി കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ഡേഞ്ചറാണ്. സോ എന്താണ് ഇവരെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ വാതകം ലീക്കായി ഇപ്പം ഈ ഫാക്ടറി ഓണേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ വാതകം ലീക്കായപ്പോൾ ഈ വാതകം ലീക്കായുമ്പോൾ ഇതിനെ ഈ വാതകം ഇല്ലാതാക്കാനുള്ള ഒരു മെഷീൻ പ്രവർത്തിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇങ്ങനൊരു വാതകം പോകാൻ കാരണമുണ്ട്, ഇങ്ങനൊരു വാതകം പോകാൻ സാഹചര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട് തന്നെയാണ് അവിടെ ഈ വാതകം നശിപ്പിക്കാൻ തന്നെ ആ സെക്കൻഡിൽ തന്നെ നശിപ്പിക്കാൻ തന്നെ വേറൊരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് അത് വർക്ക് ചെയ്തിരുന്നില്ല. സോ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ വേറൊരു സെക്കൻഡ് മെഷേഴ്സ് എങ്ങനെ നമുക്കറിയാം, നമ്മളൊരു സാധനം മെഷീനാണ്, എല്ലായ്പ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. ഒരു സെക്കൻഡ് സേഫ്റ്റി മെഷർ കൂടി ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ മേ ബി ഒരു ചാൻസിൽ ഇത് വർക്ക് ചെയ്തില്ല എങ്കിൽ നെക്സ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഇതിനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം ഒരു ആ ഗ്യാസിനെ ടോക്സിക് ഗ്യാസിനെ ആദ്യത്തെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അവർ കരുതുന്ന ഒരു സാധനം വെച്ച് അല്ലെങ്കിൽ ഒരു സാധനം വെച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ സാധനം വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അത് സെക്കൻഡ് മെഷർ കാണണം, ഒരു സെക്കൻഡ് ഇത് കാരണം ഈ വാതകത്തെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഈ വാതകത്തെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു സംവിധാനം കൂടി അവിടെ ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ അടുത്തുള്ള ആളുകൾക്ക് ഒരു ക്യാമ്പയിൻ നൽകുക തന്നെ വേണം. കാരണം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ മേ ബി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം അവിടെയുള്ള 1,00,000 പേരെയൊന്നും ഇത് പറഞ്ഞ് പഠിപ്പിക്കുകയൊന്നും വേണ്ട. പക്ഷെ ഇതിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു 5,000 കുടുംബങ്ങൾക്കെങ്കിലും 5,000 2,000-ഓ 1000-ഓ 500-ഓ കുടുംബങ്ങൾക്കെങ്കിലും ഏറ്റവും അപകടകരമായ രീതിയിൽ വസിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ കൊടുക്കാം. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ആദ്യമേ പ്രാഥമികമായിട്ട് അവർ ചെയ്യേണ്ട നടപടി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ ജീവനും തൻ്റെ കുടുംബങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഫാക്ടറിയിൽ ഇങ്ങനൊരു ലീക്കേജ് ഉണ്ടായപ്പോൾ ഫാക്ടറിയിൽ ജീവനക്കാർക്കൊന്നും സംഭവിച്ചില്ല. കാരണം സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്തിരുന്നു. സോ അത് ഇത്രയും 1 കോടി രൂപ ഇപ്പോൾ ഓരോ കുടുംബത്തിന് 1 കോടി രൂപ വെച്ചാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സേഫ്റ്റി മെഷേഴ്സ് ഇതുപോലെ താൽക്കാലികമായിട്ടുള്ള അത്രയും പ്രശ്നമില്ലാത്ത താൽക്കാലികമായിട്ടൊരു ഈ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഈ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള സേഫ്റ്റി മെഷേഴ്സ് ഈ പറയുന്ന അടുത്തുള്ള കുടുംബങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു പ്രയോജനകരമായ കാര്യമായിരിക്കും. കാരണം അവർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അവർക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയും. സോ ഇങ്ങനൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇങ്ങനൊരു അവബോധം ഈ അടുത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഫാക്ടറി ഉടമകൾക്ക് കൊണ്ട് അതിനെ ഈ ഫാക്ടറി പ്രവർത്തിക്കാൻ അനുവാദം നൽകി ഗവൺമെൻറ്റിന് കൊണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണും. സോ അത് നിങ്ങളൊരു നോട്ടായിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. സോ അതിൻ്റെ ഒരു വാർത്തയാണ് 11 people including a 6-year-old girl died and over 350 were admitted to hospital after the sarin monomer gas leaked from chemical plant belongs to LG Polymers India RR Venkatapuram in Visakhapatnam on Tuesday. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ചൂടെ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സമയത്താണിത്. ദ പോലീസ് റിപ്പോർട്ടിൽ റിസീവ്ഡ് ആൻ എമർജൻസി കാൾ at 4 AM and by 4:20 AM എന്ന് വെച്ചാൽ
എന്താണ് 4 മണിക്ക് അവർക്ക് റിപ്പോർട്ട് കിട്ടി, 4:20 പോലീസ് അവിടെ എത്തി, എമർജൻസി മെഷേഴ്സുമായിട്ടാണ് അവിടെ എത്തിയത്. സോ അങ്ങനെ ഒരു എന്താണ് വളരെ എളുപ്പത്തിൽ തന്നെ 20 മിനിറ്റ് കൊണ്ട് പോലീസിന് അവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ തന്നെ 11 ആളുകളിൽ മാത്രമായി മരണം ഒതുങ്ങി നിർത്താൻ കഴിയുന്നതും വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പിന്നെ മറ്റു ചില വാർത്തകൾ ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് അറിയാൻ പറ്റിയത് ഏതാണ്ട് ഈ PUBG ഒക്കെ കളിക്കുന്ന കുട്ടികൾ രാത്രി ഉറങ്ങാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ലോക്ക്ഡൗൺ അല്ലേ, കളിച്ചിരിക്കുന്നതുകൊണ്ട് അവരാണ് ആദ്യമായി ഇത് കണ്ടതെന്നും അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റു വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതിരുന്നതെന്നുമാണ് ഇതിലെ മറ്റൊരു വാർത്ത ഞാൻ അറിഞ്ഞത്. സോ അതും PUBG ഗെയിം കൊണ്ടൊരു പ്രയോജനം ഉണ്ടായത്, അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി എന്നുള്ളതും കൂടിയാണ്, എന്നുള്ളതും വലിയൊരു സത്യമാണ്. അങ്ങനെ ഒരു വാർത്ത സത്യമാണെങ്കിൽ. സോ അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വന്ദേ ഭാരത് മിഷനാണ്. സോ വന്ദേ ഭാരത് മിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ COVID-19 വിഷയപ്പെട്ട് നമ്മൾ COVID-19 കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. തുടർച്ചയായിട്ട് നമ്മൾ COVID-19 കേസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ അപ്പോൾ COVID-19 ബന്ധപ്പെട്ടൊരു വിഷയമാണ് വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ COVID-19 കേസുമായിട്ട് ബന്ധപ്പെട്ട് COVID-19 വെച്ചാൽ പുറം രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് മാർഗം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന തിരിച്ച് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്നത്. സോ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മാത്രമേ ഉള്ളൂ. വന്ദേ ഭാരത് മിഷൻ ടു ബ്രിങ് സ്റ്റാൻഡേർഡ് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് ബാക്ക് ഹോം ഇൻ ദ വേക്ക് ഓഫ് ഗ്ലോബൽ ലോക്ക്ഡൗൺ ഫോളോയിങ് ദി COVID-19 പാൻഡമിക് ഗോഡ് ഓഫ് ഫോം സ്റ്റാർട്ട് വിത്തിൻ 2 ഫ്ലൈറ്റ് ഫ്രം ഗൾഫ് ക്യാരിയിങ് 360 passengers ടച്ചിങ് ഡൗൺ ടു കൊച്ചിൻ ആൻഡ് കരിപ്പൂർ എയർപോർട്ട് ആൻഡ് ടൂറിസ്റ്റ് ഏരിയ. ഇതെന്താണ്, ആദ്യത്തെ വന്ദേ ഭാരത് മിഷനിൽ ഫ്ലൈറ്റ് ആദ്യമായി കേരളത്തിലാണ് വന്നത് എന്നുള്ളതും അഭിമാനാർഹമാണ്. അതുപോലെ തന്നെ അത് ഓർത്തിരിക്കേണ്ടതാണ് ഒരു വസ്തുതയാണ്. They also underwent an initial temperature test using thermal gun as they disembarked. After this, they underwent a thermal screening. The baggage area and the baggage were disinfected using ultraviolet light. Pregnant women were given a choice either to use taxis arranged by the airport authorities or use their own transport to proceed, said communication from airport authorities. ഇതും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് മനസ്സിലാക്കി ഇരിക്കുന്നത് മാത്രം മതി. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ടൈഗർ പോപ്പുലേഷൻ ഇൻ സുന്ദർബൻസ് റൈസസ് ടു 96. അപ്പോൾ 2018 2018 ഇൻ സുന്ദർബൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി വി ക്യാൻ നോ ദാറ്റ് there was 88 tigers we found, and now it is raised to 96. There was a 8 number of tigers were increased. ഏകദേശം 8 പേരാണ് ഇതിനകത്ത് ഇൻക്രീസ് ആയിട്ടുള്ളത്. 8 ടൈഗേഴ്സാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പം സുന്ദർബൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി is very important for us, and also we know that the last Ramsar site, which is the last site in India which is included in Ramsar site, that is Sundarban wetlands. സുന്ദർബൻ വെറ്റ്ലാൻഡ്സ് ആണ് എന്താണ് രാംസാർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അവസാനത്തെ സൈറ്റ്. ഇന്ത്യയിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്ത അവസാന സൈറ്റാണ് രാംസാർ സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള അവസാന സൈറ്റാണ് ഏത് ഈ പറയുന്ന സുന്ദർബൻ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. The latest estimation of tiger numbers in Indian Sundarbans indicate an increase in the population of big cats. According to the West Bengal Forest Department, the tiger count for the year 2019-20 rose to 96 from 88 in 2018-19. അപ്പോൾ നമുക്കറിയാം സുന്ദർബൻസ് എവിടെയാണ്? സുന്ദർബൻസ് വെറ്റ്ലാൻഡ് is located and the Sundarban Wildlife Sanctuary is located in West Bengal. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. The increase in the number of by 8 was significant as it was the biggest annual jump record from the Sundarbans. എന്താണ് ഒരു വർഷത്തിൽ കൂടുന്ന കടുവകളുടെ എണ്ണത്തിലുള്ള വർധനവിൽ ഏറ്റവും വലിയൊരു ജമ്പിങ് ആണ് ഈ പറയുന്നത് 2019 വന്നിട്ടുള്ളത്.
ആൻഡ് ഇമ്പോർട്ടൻ്റ് 96 ടൈഗേഴ്സ് ആൻഡ് 20 വെയർ ഐഡൻറ്റിഫൈഡ് എ മെയിൽ. എന്നാണ് ഈ 96 കടുവകളെയാണ് നമ്മളെന്താണ് വി ഫൗണ്ട് ഇൻ ദി സുന്ദർബൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആൻഡ് under 96, out of 96 there was 23 is a male and 43 as a female, and 30 എണ്ണത്തിൻ്റെ എന്താണ് ഇറ്റ്സ് നോട്ട് ഡിറ്റർമൈൻഡ്. 30 എണ്ണത്തെ എന്താണ് അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ഇതുവരെ ഡിറ്റർമൈൻ ചെയ്തിട്ടില്ല. And also this surveys revealed that they were found in 11 cubs, tiger cubs in the Sundarban wetlands. ഈ പറയുന്ന 11 ടൈഗർ കബ്സിനെ എന്താണ് 11 കടുവ കുട്ടികളെ എന്താണ് അവർ കണ്ടെത്തി എന്നാണ് അവർ പറയുന്നത്. For the first period to total 1156 Quebec came ക്യാമറ ട്രാപ്സ്. അത് ഈ നമുക്കറിയാമല്ലോ അവിടെ ഈ ടൈഗേഴ്സിൻ്റെ എണ്ണം എടുക്കുന്നതാണ് ക്യാമറ ട്രാപ്സിലൂടെയാണ് ആണ് അവർ ഇത് കടുവകളുടെ എണ്ണമൊക്കെ എടുക്കുന്നത്. ആൻഡ് ഇത് എന്താണ് ദ ഫസ്റ്റ് പീരീഡ് ദ എസ്റ്റിമേഷൻ എക്സസൈസ് ക്യാരിഡ് ഔട്ട് ഇൻ 2 phases. ഇത് 2 phase ആയിട്ടാണ് എന്താണ് ഇവർ ഈ കടുവകളുടെ എണ്ണം എടുക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ December 16 ആൻഡ് എൻഡിങ് ഓഫ് January 30, ആൻഡ് ദ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ടഡ് ഇൻ January 22 ആൻഡ് February 19. എന്താണ് ഈ പറയുന്ന 2 phase ആയിട്ടാണ് എന്താണ് ഇവർ ഈ നമ്പേഴ്സ് കളക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ രാംസാർ സൈറ്റ് 1971 രാംസാർ സൈറ്റ് സ്ഥാപിതമായത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയത്. ഇറാനിൽ വെച്ചാണ് ഇത് എസ്റ്റാബ്ലിഷ് ആകുന്നത്. അതുപോലെ തന്നെ ഈ ഇതിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 27 സൈറ്റ്സ് ആണ് രാംസാർ സൈറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. 27 sites in India were included in Ramsar site. ആൻഡ് എന്താണ് കേരളത്തിൽ നിന്ന് എത്ര സൈറ്റുകളുണ്ട് രാംസാർ സൈറ്റിൽ? കേരളത്തിൽ നിന്ന് 3 സൈറ്റുകളാണുള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ലേക്ക് ഇൻ കേരള, ദാറ്റ് ഈസ് വേമ്പനാട് ലേക്ക്. ആൻഡ് വേമ്പനാട് ലേക്ക് and the largest freshwater lake in Kerala, that is Shasthankota Lake, and the lake which is located in Kollam, Ashtamudi Lake. അഷ്ടമുടി ലേക്കും ഈ 3 സൈറ്റുകളാണ് കേരളത്തിൽ നിന്ന് രാംസാർ സൈറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 3 സൈറ്റുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കല്ലട ആറൊക്കെ എവിടെയാണ്? അഷ്ടമുടി കായലിലാണ് എത്തുന്നത്. അഷ്ടമുടി കായലിൽ ലേസ് ചെയ്യുന്ന ഒരു റിവറാണ് കല്ലട ലേക്ക്. സോ അതുപോലെ തന്നെ വേമ്പനാട് കായലും ശാസ്താംകോട്ട കായലും ഒക്കെ നമുക്കറിയാം. ശാസ്താംകോട്ട കായലാണ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ കേരള. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് സുന്ദർബൻസ് എന്നത് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്പ്രെഡ് ഓവർ 2585 സ്ക്വയർ കിലോമീറ്റർ ആൻഡ് ഇൻക്ലൂഡ്സ് ദി സുന്ദർബൻ ടൈഗർ റിസർവ് ആൻഡ് 24 പാരഗൺസ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയെന്ന് പറയുന്നത് ഹൈ ടാക്സേഷൻ മേക്സ് പെട്രോൾ ഡീസൽ എക്സ്പെൻസീവ്. സോ ഇതിനകത്തുള്ള കാരണം വെച്ചാൽ എന്താണ്, ഇപ്പോഴും നിലവിൽ എന്താണ്, we know that in global price of petroleum or crude oil was decreased. The global price of crude oil was decreased during the last recent times because of the corona-19 issues. എന്താണ് ഈ corona-19 ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ പറയുന്ന ഗ്ലോബലി എന്താണ് ഈ ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡിമാൻഡ് കുറയുമ്പോൾ എന്താണ് എപ്പോഴെല്ലാം ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുമ്പോഴെന്താണ് അതിൻ്റെ പ്രൈസും കുറയും. കാരണം എന്താണ്, ഡിമാൻഡ് ഇല്ലെങ്കിൽ ആ സാധനം ആരാണ് വാങ്ങിക്കുന്നത്? അപ്പം അതിന് ആരും വാങ്ങിക്കാനില്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൈസ് കുറയും. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ എന്താണ് അപ്പം സാധാരണ ഈ പറയുന്ന
ഈ എപ്പക് ഒക്കെ നമുക്കറിയാമല്ലോ, എപ്പക് നേഷൻസ് എന്ന് പറയുന്നത്. എപ്പക് നേഷൻ എന്താണ്? ഈ പറയുന്ന ക്രൂഡ് ഓയിലിൻ്റെ നേഷൻസാണ്. അവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു ഇൻ്റർ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് എപ്പക് എന്ന് പറയുന്നത്. സോ അവരെന്താണ് അവരെന്താണ് ഈ പറയുന്ന എക്സ്ട്രാക്ഷൻ കുറയ്ക്കും. സോ എന്താണ് അവർ ഈ ഗൾഫ് കൺട്രീസ് എന്താണ് എക്സ്ട്രാക്ഷൻ എന്താണ് ഈ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ഷൻ കുറയ്ക്കും. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ കൺട്രീസ് എല്ലാം കൂടെ എടുത്തൊരു തീരുമാനമാണ്. കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില എന്താണ് വളരെ രീതിയിൽ കുറയുകയാണ്. അപ്പോൾ എന്താണ് അവർ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ഷൻ ദേ വെർ ഡിക്രീസ്ഡ് ഡ്യൂറിങ് ദി ലാസ്റ്റ് recent days because of the decrease of the crude oil price globally. എന്താണ് അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറയുന്നത് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, വേൾഡ് വൈഡ് എന്താണ് കൺട്രീസ് ആർ ഇംപ്ലിമെൻറ്റിങ് ദി ലോക്ക്ഡൗൺ. സോ എന്താണ് ഡിമാൻഡ് ഓഫ് ദി പെട്രോളിയം പ്രൊഡക്ട്സ് ആർ ഡിക്രീസ്ഡ് എക്സെപ്റ്റ് എന്താണ് ഈ പറയുന്ന LPG ഗ്യാസസ് അങ്ങനെയൊക്കെയുള്ള ഈ പ്രകൃതിവാതകങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രകൃതിവാതകങ്ങളല്ല, ഈ പറയുന്ന LPG ഗ്യാസസ് ഒക്കെ അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയാണ്. സോ പെട്രോളിയം, ഈ പറയുന്ന പെട്രോൾ, ഡീസൽ, അതിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ആണ്, വണ്ടിയൊന്നും ഓടുന്നില്ല. പിന്നെ അപ്പം എല്ലായിടത്തും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒന്ന് എക്കണോമിക്ക് ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പ്രൊഡക്റ്റുകളുടെയും വില കുറയും. സോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഈ വാർത്തയുമായിട്ട് അനുബന്ധമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, വിത്ത് ദ സെൻറ്റർ ഇൻക്രീസിങ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് റോഡ് സെസ് ഓൺ പെട്രോൾ ആൻഡ് ഡീസൽ ബൈ 10 and 30 a litre റെസ്പെക്റ്റീവ്ലി ആൻഡ് സ്റ്റേറ്റ് ഓൾസോ. എന്താണ് നമുക്കറിയാം, ബിക്കോസ് ഓഫ് ദി എക്കണോമിക് സ്ലോ ഡൗൺ, ഓൾറെഡി ഇന്ത്യ ഹാവ് എ എക്കണോമിക് സ്ലോ ഡൗൺ. Because of that, India is facing a financial issues. So that we know that India when the Raghuram Rajan was the former governor of RBI. So there was a conflict between Raghuram Rajan and government for the financial issues and RBI reserve money, about that things. എന്താണ് RBI റിസർവ് മണി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രഘുരാം രാജനും ഗവൺമെൻറ് തമ്മിൽ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് എന്താണ് ഈ പറയുന്ന അദ്ദേഹം പിന്നെ റിസൈൻ ചെയ്യുന്നതും. ശക്തികാന്ത ദാസ് എന്ന് പറയുന്നതാണ്, അദ്ദേഹമാണ് ന്യൂ ഗവർണർ ഓഫ് RBI. എന്താണ് അദ്ദേഹമാണ് RBIയുടെ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് പുതുതായിട്ട് നമ്മുടെ പുതിയ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ശക്തികാന്ത ദാസാണ്. അത് ഓർത്തിരിക്കണം, ശക്തികാന്ത ദാസാണ് നമ്മുടെ ശക്തികാന്ത ദാസ്. RBI ഗവർണർ. സോ എന്തുകൊണ്ടാണ് സെൻട്രൽ ഈസ് സെൻട്രൽ ഗവൺമെൻറ് ഈ പറയുന്ന ടാക്സ് കൂട്ടാനുള്ള സാഹചര്യം വന്നത്? പെട്രോളിനും ഡീസലിനും അവർ 10 രൂപയും 13 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാരണം വെച്ചാൽ ഗവൺമെൻറ് ഒരു വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലം നേരിടുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഒരു വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലം നേരിടുകയാണ്. കാരണം വെച്ചാൽ ഈ പറയുന്ന ഈ ലോക്ക്ഡൗൺ കാരണം എക്കണോമിക് സ്ലോ ഡൗൺ വന്നിരിക്കുകയാണ്. നിലവിൽ ആൾറെഡി വി ഹാവ് എ സ്ലോ ഡൗൺ. അപ്പോൾ ഇതിൻ്റെ കൂടെ COVID-19 കൂടെ വന്നിട്ട് ഫുൾ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു സ്ലോ ഡൗൺ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാനാണ് ഈ പെട്രോൾ ഡീസൽ വർധനവ് കൊണ്ടുവരുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മെനി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ increased many state government are implement some ഒരുപാട് നിയമങ്ങൾ കൊണ്ടുപോകും. സം ലോസ് ഫോർ ടു ഈ പറയുന്ന ടാക്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിനാൻസ് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുകയുണ്ടായി. നമ്മളറിയാം തമിഴ്നാട് ഈ പറയുന്ന അവിടുത്തെ പെട്രോളും ഡീസലിൻ്റെ വില വർദ്ധിപ്പിച്ചു. കർണാടക അവിടെ അവർ ലിക്കറിന് വില വർദ്ധിപ്പിച്ചു. ഡൽഹി 70% ലിക്കറിന് വില വർദ്ധിപ്പിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. എന്തിനാണ്? ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടി.
The liter of petrol now has 32.98 of excise duty and 16.44 as VAT inbuilt in the retail prices. Similarly, a liter of diesel has 31.83 as excise duty and 16.26. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ എക്സൈസ് ഡ്യൂട്ടി എന്താണെന്നും വാറ്റൊക്കെ എന്താണെന്നുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ടു സഫർ സ്റ്റേറ്റ് ടു സഫർ 80,000 crore ഷോർട്ട് ഫോൾ ഇൻ Q1. എന്താണ് ഈ Q1 നമുക്കറിയാം എന്താണ് ഈ ക്വാർട്ടറായിട്ട് തിരിച്ചിട്ടാണ് എക്കണോമിക് ഈ പറയുന്ന GDP അല്ലെങ്കിൽ GVA ഒക്കെ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വാർട്ടർ തന്നെ എന്താണ് ഇപ്പോൾ സംസ്ഥാനത്തിന് 80,000 കോടി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചിരുന്നു. കേരളത്തിന് എന്താണ് 98,000 കോടിയോളം രൂപ വരവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ 48,000 കോടി രൂപ 98,000 കോടി രൂപ റവന്യൂ ഉണ്ടെങ്കിൽ 48,000 കോടി രൂപ എന്താണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയാണ് അത് മാറ്റിവെക്കുന്നത്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഇപ്പോഴെന്താണ് പറയുന്നത് 80,000 കോടി രൂപയുടെ കുറവ് വരുമെന്നാണ് ഇപ്പോൾ സംസ്ഥാനം വീക്ഷിക്കുന്നത്. ഇപ്പം 80,000 കോടി രൂപയുടെ കുറവ് സംസ്ഥാനത്തിനുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സോ അത് ഏതൊക്കെ രീതിയിലാണ് സംഭവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പം എവിടെയൊക്കെ വരാം, ഇപ്പോൾ ഏതൊക്കെ ഭാഗത്ത് ലോസ് എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ 1,570 കോടി, അനിമൽ ഹസ്ബൻഡറി 189 കോടി, ഫിഷറീസിൽ 1,371 കോടിയുടെ നഷ്ടം വരാം. അതുപോലെ തന്നെ GVA ലോസ് ഇൻ മാനുഫാക്ചറിങ്. GVA എന്ന് പറഞ്ഞാൽ ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് അർത്ഥം, ഗ്രോസ് വാല്യൂ ആഡഡ്. അതുപോലെ തന്നെ GVA 8,000 കോടി, ട്രേഡ് ആൻഡ് ഹോട്ടൽസ് 17,000 കോടി, ടൂറിസം 20,000 കോടി, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് 4,500 കോടി. അങ്ങനെ ഒരുപാട് നഷ്ടം എന്താണ് വരാനുള്ള സാധ്യതകൾ, ഒരുപാട് നഷ്ടം. 80,000 കോടിയാണ് ഇവർ കണക്ക് കൂട്ടുന്നത്, ഇത്രയും രൂപയുടെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അടുത്ത വാർത്ത എന്താണ്? ഗവൺമെൻറ് ടു റെഡ്യൂസ് സ്റ്റേറ്റ് ഫുഡ് ഡിപ്പെൻഡൻസി ഓൺ അതർ റീജിയൻസ്. എന്താണ് ഗവൺമെൻറ് എന്താണ് ഈ ഫുഡ് ഡിപ്പെൻഡൻസി എന്താണ്? നമുക്കറിയാം കേരള ഈസ് എ കൺസ്യൂമർ സ്റ്റേറ്റ്. എന്താണ് കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ ഉപഭോഗത്തിൻ്റെ 90% അല്ലെങ്കിൽ 80% എന്താണ് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോഴെന്താണ് ഇപ്പം പച്ചക്കറി ആണെങ്കിലും അരിയാണെങ്കിൽ എന്താണ് നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്നോ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പച്ചക്കറി തമിഴ്നാട്, കർണാടക അവിടെ നിന്നാണ്, അതിർത്തിയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ഈ ഡിപ്പെൻഡൻസി ടു അതർ സ്റ്റേറ്റ്, ഡിപ്പെൻഡൻസി ഓഫ് കേരള ടു അതർ സ്റ്റേറ്റ് ഷുഡ് ബി ഓർ നീഡ് ടു ബി റെഡ്യൂസ്. എന്താണ് നമ്മളത് കുറച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം എന്താണ് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ട്യൂസ്ഡേ എന്താണ് അതിന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. The state government on Tuesday geared for reducing Kerala dependency on other regions for food by prioritizing and speeding up agriculture production. നമ്മൾ എന്താണ് ചെയ്യുന്നത്? So we have to prioritize the agriculture production. So the people of Kerala need to prioritize the farming and other activities like activities related to agriculture. Prepare 1.9 lakh hectares of fallow and land for intense and precision farming in run up to Onam. നമുക്ക് എന്താണ് ഓണം ഈസ് കമ്മിങ്. എന്താണ് നമ്മുടെ ഓണം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഉത്സവം അല്ലെങ്കിൽ ആ മഹാസംഭവം എന്താണ് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉള്ള നമ്മളുടെ തരിശായി കിടക്കുന്ന ഭൂമികൾ യൂസ് ചെയ്തിട്ട് അതിൽ കൃഷി ചെയ്ത് നമ്മൾ കേരളത്തെ വരവേൽക്കണം. നമ്മളെന്താണ് ഈ ഫുഡ് ഡിപ്പെൻഡൻസി എന്താണ് കുറച്ചേ മതിയാകൂ എന്നാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത്. The official ruled out collectivizing production and local bodies would farm for fallow land with the consent. എന്താണ് നമ്മൾ ഒരുപാട് കേരളത്തെ അപേക്ഷിച്ച് എന്താണ്
ഒരുപാട് തരിശു ഭൂമിയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഒരുപാട് ഭൂമി എന്താണ് വെറുതെ കിടക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കൃഷി ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കാണേണ്ടത് അത് ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ്, നമ്മളുടെ ഒരു കൂലി വേജസ് എന്താണ് കൂടുതലാണ്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ വേജസ് എത്രയാണ്? 800, 900 ഒക്കെയാണ്. ഈ പറയുന്ന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് അത് 500, 600 ആയിരിക്കും. പക്ഷേ എന്താണ്, നിലവിലൊരു നമുക്കൊരു കൂലിക്കാരനെ വേണമെങ്കിൽ എന്താണ് 800 തൊട്ട് 1000 രൂപ വരെ അല്ലെങ്കിൽ 900 രൂപ വരെ കൊടുക്കണം. 800 തൊട്ട് 900 രൂപ വരെ കൊടുക്കണം ഒരു കൂലിക്കാരന് വേണമെങ്കിൽ. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ നമ്മുടെ അതുപോലെ തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് എന്താണ് ഈ പറയുന്ന കാലിത്തീറ്റയും അതുപോലെ തന്നെ ഇതിനു വേണ്ടി വേണ്ട മെഡിസിനും ഫെർട്ടിലൈസറിനും എല്ലാം അതിനും വില കൂടുതലാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്, അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നതിന് വില കൂടുതലാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടി കൂടുതൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ തമിഴ്നാട്ടിൽ കൃഷി ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് തമിഴ്നാട്ടിൽ കൃഷി ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്, നമ്മുടെ കർണാടകയിലുള്ള ഒരു കൃഷിക്കാരന് എന്താണ് 1 ലക്ഷം രൂപ അവന് കൃഷി ചെയ്യാനായിട്ട് ആവശ്യം വന്നു. അപ്പോൾ അത് നമ്മൾ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ 1 ലക്ഷം രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് കൃഷി ചെയ്തപ്പോഴെന്താണ്, ലോക്ക്ഡൗൺ വന്ന് എന്താണ് ഈ കൃഷി ഹാർവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരെ കിട്ടാതെ വന്ന് അങ്ങനെ അദ്ദേഹം എന്താണ് കരിമ്പ് കൃഷിയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതെല്ലാം കത്തിച്ച് കളയേണ്ടി വന്ന അവസ്ഥയാണ്. അദ്ദേഹത്തിന് എന്താണ് 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്തയാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നമ്മൾ ആ വാർത്ത എടുക്കുകയാണ്. എന്താണ്, അപ്പോൾ കർണാടകയിൽ കൃഷി ചെയ്യാൻ ഒരാൾക്ക് എത്ര രൂപ, 1 ലക്ഷം രൂപ വേണമെങ്കിൽ, 1 ലാഖ് രൂപ വേണമെങ്കിൽ അത് കേരളത്തിലാണെങ്കിൽ അത് ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപ ആവും. കാരണം എന്താണ്, അവിടുത്തെ കൃഷിക്കാരന് അവൻ്റെ വേജസ് എന്ന് പറയുന്നത് ചിലപ്പം എത്രയാണ്, ചിലപ്പോൾ വെറും സിമ്പിളായിട്ടുള്ള 300-300 രൂപയോ അല്ലെങ്കിൽ 400 രൂപയാണ്. അതിൻ്റെ ഇരട്ടിയാണ് നമ്മുടെ കേരളത്തിൽ വേജസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിനും കൊടുക്കേണ്ടത് മെഡിസിൻ എല്ലാത്തിനും എന്താണ്, അവിടെ ഈ പറയുന്ന ഇതുണ്ടാക്കുന്ന കമ്പനികളുണ്ട്, അതുപോലെ തന്നെ ഈ ഫാക്ടറി ഓണേഴ്സ് ഉണ്ട്, അപ്പം ഇൻഡസ്ട്രീസും ഉണ്ട്, ഇതിൻ്റെ പ്രൊഡക്ഷനുള്ള ഇൻഡസ്ട്രീസും ഉണ്ട്. കേരളത്തിൻ്റെ പ്രശ്നം എന്താണ്, കേരളത്തിൽ ഈ പറയുന്ന ഇത് പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മളുടെ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇവിടെ കാണുക ചിലപ്പം കുറവാണ്. കാരണം എന്താണ്, ഇവിടെ ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്. സോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലെ കൃഷി നമ്മൾ മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ കൊണ്ടുവരേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ കേരളത്തിലുള്ള പ്രശ്നം വെച്ചാൽ ഈ പറയുന്ന ട്രക്കും കാര്യങ്ങളും, ഇപ്പം ആൾക്കാർ കുറവാണ്. അപ്പോൾ എന്താണ്, ഈ പറയുന്ന മെഷീൻ ഐറ്റങ്ങൾ, ഈ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ ഐറ്റങ്ങളെല്ലാം കേരളത്തിലെ എല്ലാ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള എല്ലാ മെഷീൻസും ഉണ്ടെങ്കിൽ എന്താണ്, ഈ ഹാർവെസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. പക്ഷേ എന്താണ്, കേരളത്തിൽ ഇത് ചെയ്യാൻ ആളുമില്ല, കേരളത്തിന് ഇങ്ങനെയുള്ള മെഷീനായിട്ടുള്ള സാധനങ്ങളുമില്ല. നമ്മളെന്താണ് നോർത്ത് വെസ്റ്റ് റീജിയൻ നോക്കുകയാണെങ്കിൽ, രാജ്യത്തിൻ്റെ നോർത്ത് വെസ്റ്റ് റീജിയൻ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, അവിടുത്തെ പ്രത്യേകത എന്താണ്, അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഇപ്പം ഈ പറയുന്ന അല്ലുവയൽ സോയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അല്ലുവയൽ സോയിൽ, അപ്പോൾ അല്ലുവയൽ സോയിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അല്ലുവയൽ സോയിൽ എന്താണ്, റിവർ ഡെപ്പോസിറ്റിൽ നിന്നുണ്ടാകുന്ന സോയിലാണ് അല്ലുവയൽ സോയിൽ എന്ന് പറയുന്നത്. റിവർ ഡെപ്പോസിറ്റ് അപ്പോൾ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. പക്ഷേ എന്താണ്, നമ്മൾ ഫെർട്ടൈൽ ആയിട്ടുള്ള അല്ലുവയൽ സോയിൽ മോസ്റ്റ് ഫെർട്ടൈൽ സോയിലാണെങ്കിലും നമ്മൾ നോർത്ത് ഈസ്റ്റ് റീജിയൻ നോക്കുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഇപ്പുറം വരും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് റീജിയൻ നോക്കുകയാണെങ്കിൽ, നോർത്ത് ഈസ്റ്റ് റീജിയൻ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, most fertile soil is located in the northeast state, but in northwest region it is not much compared to not much fertile soil in northwest region, but the production is very highest in the northwest region. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നോർത്ത് ഈസ്റ്റ് റീജിയനിലെ ഫെർട്ടൈൽ സോയിൽ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് നോർത്ത് ഈസ്റ്റ് റീജിയനിലാണെങ്കിൽ പോലും ഏറ്റവും
കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്താണ്? നോർത്ത് വെസ്റ്റിലാണ്. എന്താണ് അതിൻ്റെ കാരണം? നോർത്ത് വെസ്റ്റിലാണ് അവർ ഏറ്റവും കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ നോർത്ത് വെസ്റ്റിലാണ്. അവർക്ക് ഫെർട്ടൈൽ അത്ര ഈ നോർത്ത് ഈസ്റ്റിൻ്റെ അത്രയും ഫെർട്ടൈൽ മണ്ണല്ല ഇവിടെ ഉള്ളതെങ്കിലും ഏറ്റവും കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് ആണ്. അവിടെ ഇറിഗേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇറിഗേഷൻ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ഇറിഗേഷന് വെള്ളമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്, അതുകൊണ്ടാണ് അവിടെ പ്രൊഡക്ഷൻ കൂടുതൽ. ഫെർട്ടൈൽ മണ്ണ് അല്ലെങ്കിൽ പോലും എന്താണ് പ്രൊഡക്ഷൻ കൂടുതൽ അവിടെയാണ്. സോ ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. കേരള ഷുഡ് അഡോപ്റ്റ്. കേരളം എന്താണ്, കേരള മോഡൽ മറ്റുള്ളവരെ അഡോപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോഴും വി ഷുഡ് അഡോപ്റ്റ് എന്താണ് അതർ സ്റ്റേറ്റ് മോഡൽ വിച്ച് ഹാവ് സക്സസ്ഫുള്ളി റണ്ണിങ് ദ ഫാമിംഗ് ആൻഡ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രി സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന സ്റ്റേറ്റുകളുടെ മോഡൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. സോ വി ക്യാൻ അഡോപ്റ്റ് ദിസ് നോർത്ത് വെസ്റ്റ് റീജിയൻ farming and agriculture method in Kerala. So അങ്ങനെ ഒരു മെത്തേഡ് കൊണ്ടുവരണമെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ ഷോർട്ട് ടേം മെത്തേഡ്, ഇറ്റ് ഈസ് എ ലോങ് ടേം മെത്തേഡ്. ബിക്കോസ് എന്താണ്, we cannot change our farming system in a day. എന്താണ്, ഒരു ദിവസം കൊണ്ട് നമുക്കൊന്ന് മാറ്റാൻ കഴിയുകയില്ല. സോ ഇറ്റ് ഈസ് എ ഗ്രാഡുവൽ പ്രോസസ് and eventually we should change. We should earn the change. നമ്മളെന്താണ് പതുക്കെ തന്നെ നമ്മൾ ആ ചേഞ്ചിനെ ഏറ്റെടുക്കണം. We should adopt that particular method gradually. എന്താണ്, പതുക്കെ കൊണ്ട് നമ്മളത് ഏറ്റെടുക്കാൻ ശ്രമിക്കണം. സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. However, Kerala lacked sufficient land to produce food its population, hence it would Kerala lacked sufficient land to produce food its population, hence it would harness and latest technology to maximize agriculture production in minimal space. So consumer state, Kerala has a predominantly consumer state, had to break its dependency on food imports from neighboring state. It had to guard against possible food protectionism by large scale producers. However, Kerala lacked sufficient land to produce food. എന്താണ് കേരളത്തിന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. കാരണം കേരളത്തിന് ഇപ്പോൾ എന്താണ് സഫീഷ്യൻറ്റ് ലാൻഡ് ഇല്ല. പക്ഷേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെൻസ് ഇറ്റ്സ് ഫുഡ് ഹാർനസ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ടു മാക്സിമൈസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് വെസ്റ്റ് റീജിയനൊക്കെ അഡോപ്റ്റ് ചെയ്തപോലെ നോർത്ത് വെസ്റ്റ് റീജിയനിലെ ആ മെക്കാനിസം അവർ എന്താണ് അവരുടെ ലോ ഫെർട്ടൈൽ മണ്ണിൽ എന്താണ് ഹയസ്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്ന ആ മെത്തഡോളജി അല്ലെങ്കിൽ ആ മെക്കാനിസം നമ്മളെന്താണ് അഡോപ്റ്റ് ചെയ്യണം. എന്താണ് വി വുഡ് ഹാർനസ് ദി ലേറ്റസ്റ്റ് ടെക്നോളജി ടു മാക്സിമൈസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻ മിനിമൽ സ്പേസ്. The state would invest 3,860 crore in rearing food grains, fruits and vegetables in land and marine pisciculture, dairy farming, animal husbandry and additional fishing sectors would benefit from the stimulus. The institutional call. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസാണ്. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കും. സോ ഇത് ഒരുപാട് നീണ്ടു പോകുന്നു, ഇനിയുണ്ട് കുറച്ച് വാർത്തകളുണ്ട്, പക്ഷേ സംസാരിച്ച് ഒരുപാടായിപ്പോയി. സോ ഇന്നത്തേക്ക് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് എന്തായാലും വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ് ശ്രീരാജ് ത്യാഗരാജൻ. താങ്ക് യു. ഗുഡ് നൈറ്റ്.